നമസ്കാരം. ഇന്നത്തെ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കുന്നത് തീം ഓഫ് ദ മന്താണ്. ഓഗസ്റ്റ് മാസത്തെ എന്താണ് തീം എന്നുള്ളത്. പിന്നെ വെൽത്ത്, കരിയർ, ആക്ഷൻ, 1-2 ആക്ഷൻസാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ തീം ഓഫ് ദ മന്തിൽ നമുക്ക് വന്നിട്ടുള്ള ടെമ്പറൻസ് ആണ്. ടെമ്പറൻസ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ്. ഈ പോസിറ്റീവായിട്ടുള്ള കാർഡിൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നിങ്ങൾക്ക് ലൈഫ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയൊരു കാർഡാണിത്. അപ്പോൾ പണത്തിൻ്റെ കേസിലാണെങ്കിലും ശരി, മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും ശരി, എല്ലാ തരത്തിലും സാമ്പത്തികമായിട്ടെല്ലാം നിങ്ങൾക്ക് വളരെയധികം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയൊരു സമയമാണിപ്പോൾ. അതുപോലെ നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വരുന്നൊരു സമയം കൂടിയിട്ടാണ്. അപ്പോൾ പലരും ഇപ്പോൾ ഹീലിംഗൊക്കെ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നിങ്ങളെല്ലാം പലരും ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും അത് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നിങ്ങൾ അതിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അനാവശ്യ കോൺഫ്ലിക്റ്റിലോ അല്ലെങ്കിൽ മറ്റുള്ള ഇഷ്യൂസിലൊന്നും ചെന്നപ്പെടാതെ ഞാൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പോവില്ല, ഞാൻ ഇങ്ങനെ മതി, എല്ലാം സൗമ്യമായിട്ട് മതി, എല്ലാം ബാലൻസ് ചെയ്ത് പോകണം, അങ്ങനെയുള്ളൂ, അത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നവരാണ് നിങ്ങൾ. അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വളരെ പോസിറ്റീവായിട്ട് എല്ലാത്തിനോടും അപ്രോച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം തന്നെ ഇതൊരു റിലേഷൻഷിപ്പിൻ്റെ റീഡിംഗ് ആണെങ്കിൽ, നിങ്ങളൊരു വിവാഹം കഴിച്ചവരാണെങ്കിൽ ഏറ്റവും നല്ല സന്തോഷകരമായ ജീവിതമായിരിക്കും നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടാവുക. ബാലൻസ് ചെയ്ത് പരസ്പരം റെസ്പെക്റ്റോട് കൂടിയിട്ടായിരിക്കും നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക ഇപ്പോഴും എന്നുള്ളതാണ് പ്രത്യേകത. ഇനിയിപ്പം എന്തെങ്കിലും തരത്തിലുള്ള റിലേഷനിലാണ് നിങ്ങളുള്ളതെങ്കിൽ, ഒരു കമ്മിറ്റ്മെൻറ്റിലോ ആണ് നിങ്ങളുള്ളതെങ്കിൽ അത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റിയ നല്ല സമയമാണ്, അല്ലെങ്കിൽ പുതിയൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് ഇത് എന്നുള്ളതാണ് ടെമ്പറൻസിനെ കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ ഫിനാൻഷ്യലി നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുന്നത് അതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റിയൊരു സമയം കൂടിയിട്ടാണ്, അതിനുള്ള ആക്ഷൻ എടുക്കേണ്ട സമയം കൂടിയിട്ട് ആണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് ടെമ്പറൻസ് അർത്ഥമാക്കുന്നത്. ഇനി മണിയുടെ റീഡിങ്ങിലോട്ട്, അതായത് നിങ്ങൾക്ക് ഈ മാസത്തെ മണി എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് കുറച്ച് ടൈറ്റ് ഉണ്ടെങ്കിലും ഉള്ളത് വളരെയധികം കെയർ ചെയ്തിട്ട് വളരെ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരു സമയമാണ് ഇപ്പോൾ ഈ ഒരു ആഗസ്റ്റ് എന്നുള്ളത്. അനാവശ്യ ചിലവുകളെല്ലാം ഒഴിവാക്കുക, അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. അങ്ങനെ വളരെ സൂക്ഷിച്ച് താലോലിച്ചുകൊണ്ടാണ് അവർ നിൽക്കുന്നത്. അതുപോലെ വളരെയധികം സൂക്ഷിച്ചിട്ട് മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരു സമയമാണ് മണിയെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് മാത്രം ഇത് കൈകാര്യം ചെയ്യുക. പിന്നെ കരിയറിൻ്റെ കാര്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ, കരിയറോ അല്ല മറ്റുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കരിയറിൻ്റെ കാര്യത്തിൽ ഓൾ സെറ്റാണ്. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊമോഷൻ അല്ലെങ്കിൽ പുതിയൊരു ജോബിനുള്ള ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ പാസ്സാവാനുള്ളൊരു സമയം, മീൻസ് അത് കിട്ടാനുള്ള സമയം, അങ്ങനെ എല്ലാം കൊണ്ടും വളരെ നല്ല സമയമാണ് കരിയറിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നവർ മാക്സിമം എഫേർട്ട് ഇട്ടുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മാസം അത് ഫലപ്രാപ്തിയിലെത്തും എന്നുള്ളതാണ് 10 ഓഫ് കപ്സിനെ കൊണ്ടിട്ട് അർത്ഥമാക്കുന്നത്. 9 ഓഫ് കപ്സിനെ കൊണ്ടിട്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ശ്രദ്ധിച്ചോളൂ. ഈ ഒരു മാസം ശരിക്കും പറഞ്ഞാൽ കരിയറിൽ നിങ്ങൾക്ക് അത്രയും തിളങ്ങാൻ പറ്റിയൊരു സമയമാണ്. പ്രൊമോഷൻ ആണെങ്കിലും ശരി, പുതിയ ജോലിയാണെങ്കിലും ശരി, എന്തിനു വേണമെങ്കിലും കരിയറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും പറ്റിയ സമയമാണ് ഇപ്പോൾ ഉള്ളതാണ് 9 ഓഫ് കപ്സിലുള്ളത്. അതുപോലെ നിങ്ങളെടുത്ത തീരുമാനങ്ങൾ, ഇപ്പം എന്താണ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷനിൽ വന്നിട്ടുള്ളത് 2 ഓഫ് വാൻഡ്സ് ആണ്. 2 ഓഫ് വാൻഡ്സിൽ നിങ്ങൾ എന്തോ ഒരു തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനം നിങ്ങൾക്ക് ധൈര്യപൂർവ്വം നടപ്പിലാക്കാൻ പറ്റിയൊരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് 2 ഓഫ് വാൻഡ്സിൽ കൂട്ടിയിട്ട് അർത്ഥമാക്കുന്നത്. വളരെ ദൂരത്തോളം നിങ്ങൾക്ക് പോകാനുണ്ട്. ആ ദൂരത്തോളം പോകാൻ നിങ്ങൾ വളരെ റെഡിയായി കഴിഞ്ഞു. ആ റെഡിയായിട്ട് നിങ്ങൾ നിൽക്കുവാണ്, ആ തീരുമാനം എടുത്തിരിക്കുകയാണ്. ആ തീരുമാനമെടുത്ത സ്ഥലത്തേക്ക് നിങ്ങൾക്ക്, അതായത് എന്തിനാണെങ്കിലും ശരി, അത് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം നിങ്ങൾക്കത് തുടരാം എന്നുള്ളതാണ് 2 ഓഫ് വാൻഡ്സിൽ കൂട്ടിയിട്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ പേജ് ഓഫ് സോഡ് കൂടി ഒരു ആക്ഷൻ വന്നിട്ടുണ്ട്. പേജ് ഓഫ് സോഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അനാവശ്യ ഇഷ്യൂസിലൊന്നും ചെന്നപ്പെടാതിരിക്കാനുള്ള ഒരു അലേർട്ട് കൂടിയുണ്ട്. അനാവശ്യ ഇഷ്യൂസ്, പിന്നെ വേണ്ടാത്ത കാര്യങ്ങളിൽ ചെന്നിട്ട് കയറി ഇടപെടുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മാക്സിമം ഒഴിവാക്കുക. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ടെൻഷൻ അടിക്കേണ്ടി വരും എന്നുള്ളതാണ് പേജ് ഓഫ് സോഡ്. അപ്പോൾ നിങ്ങളെ സംബന്ധിക്കാത്ത ഒരു കാര്യത്തിൽ നിങ്ങൾ പോയിട്ട് തലയിടേണ്ടതില്ല എന്നുള്ളതാണ് ഇതിലുള്ളത്. അത്യാവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം, വളരെയധികം വേണ്ടപ്പെട്ടവരടുത്ത കാര്യങ്ങൾ മാത്രം നിങ്ങൾ സംസാരിക്കുക. അല്ലാത്ത കാര്യങ്ങൾ, അതായത് ഇഷ്യൂസിൽ, മറ്റുള്ള കോൺഫ്ലിക്റ്റിലോ കാര്യങ്ങളിലോ നിങ്ങളൊന്നും അധികം സംസാരിക്കാതെ ഒഴിവാക്കുക എന്നുള്ളതാണ് പേജ് ഓഫ് സോഡ് കൊടുത്തിട്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു മാസം നല്ലതാണ്. പ്രത്യേകിച്ച് വിവാഹ ജീവിതം നയിക്കുന്നവർക്ക്, അതുപോലെ സാമ്പത്തികമായിട്ട് വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നവർക്ക്, അതുപോലെ വൈകാരികപരമായിട്ട് വളരെയധികം ശ്രദ്ധിച്ചിട്ട് നീങ്ങുന്നവർക്ക്
ഒക്കെ വളരെ നല്ല സമയമാണ് ഈ ഒരു ഓഗസ്റ്റ് എന്നുള്ളത്. എല്ലാവർക്കും സർവേശ്വരൻ നല്ലൊരു മാസം നിങ്ങൾക്ക് നേരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്.